ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ യേശുവിനെ ആരാധിക്കാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ യേശുവിനെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. പൗലോസും ശീലാസും ബന്ധനത്തിൻ നടുവിൽ സൈന്യാധിനാഥനെ ആരാധിച്ചപ്പോൾ, പൗലോസും ശീലാസും ബന്ധനത്തിൻ നടുവിൽ സൈന്യാധിനാഥനെ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജീവനേകി ആരാധിച്ചപ്പോൾ, പാപം നീക്കിയ ഹൃദയത്തോടെ ആരാധിക്കുന്നു. അപ്പസ്തോലർ ജീവനേകി ആരാധിച്ചപ്പോൾ, പാപം നീക്കിയ ഹൃദയത്തോടെ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. ജ്ഞാനികളേവരും കന്യാമേരിയോടൊപ്പം കാഴ്ചകളേകി ആരാധിച്ചപ്പോൾ, ജ്ഞാനികളേവരും കന്യാമേരിയോടൊപ്പം കാഴ്ചകളേകി ആരാധിച്ചപ്പോൾ, ബഥാനിയായിൽ ശിഷ്യഗണം ആരാധിച്ചപ്പോൾ, സ്വർഗാരൂപിലെ ഈശോയെ ആരാധിക്കുന്നു. ബഥാനിയായിൽ ശിഷ്യഗണം ആരാധിച്ചപ്പോൾ, സ്വർഗാരൂപിലെ ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ യേശുവിനെ ആരാധിക്കാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ യേശുവിനെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. നമുക്ക് കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി 1 തിമോത്തി 2:8 പറയുന്നുണ്ട്, പുരുഷന്മാരെല്ലാം തന്റെ പരിശുദ്ധമായ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വീട്ടുകളെല്ലാം മാറ്റി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹാലലിയ, 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 ഹാലലിയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സർവശക്തനായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹാലലിയ, 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 ഹാലലിയ.
യേശുവേ ആരാധന 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 ആരാധന. ഹാലലിയ 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 ഹാലലിയ. കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന നന്ദി പറയുന്നു. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ഹൃദയം തുറക്കുന്നു. കർത്താവ് നമ്മളെ സ്പർശിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ആരാധന ഒഴുകിയുള്ളൂ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4:23 പറയുന്നുണ്ട്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. നമുക്ക് ആത്മാവിൽ, ഹൃദയത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആ വലിയൊരു ചലനം നമ്മൾ കടന്നു വരികയാണ്. പൗലോസും സീലാസും തടവറയിൽ അവിടെ ആരാധിച്ചപ്പോൾ ആ കാരാഗ്രഹം, അടഞ്ഞിരുന്ന് പൂട്ടിയിരുന്ന കാരാഗ്രഹം തുറക്കപ്പെടുകയാണ്. അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുന്നു, ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു, ബന്ധനങ്ങൾ വിട്ടുപോകുന്നു. കർത്താവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന്റെ ചലനമായി കടന്നു വരുമ്പോൾ നീതിമാന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. വിനീതന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുകയാണ്. ഇസ്രായേൽ മക്കളുടെ പ്രാർത്ഥന കേട്ട് അവരെ ഈജിപ്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം കനിവായതുപോലെ കർത്താവിന്റെ കരുണ അവിടെ ചൊരിയപ്പെടുകയാണ്. അവരെ കടന്നു പോകുന്ന അവസ്ഥ അത് ദൈവം അന്വേഷിക്കുന്നില്ല, ദൈവം നോക്കുന്നില്ല. ധൂർത്തപുത്രൻ എല്ലാ പാപത്തിന്റെ മേച്ചതകളിലുമായിരുന്നു, എല്ലാ ചങ്ങലകളാലും ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അവന് സുബോധമുണ്ടായി. അവൻ അനുദപിക്കുന്ന ആ നിമിഷം, പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ആ നിമിഷം ദൈവം അവനെ ചേർത്ത് പിടിക്കുകയാണ്. പുതിയ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ്, പുതിയ വസ്ത്രങ്ങളും ചെരുപ്പുകളും എല്ലാം കൊടുത്ത് ചേർത്ത് പിടിക്കുന്ന പിതാവിന്റെ സ്നേഹം. നമുക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പൂർണ്ണമായും അവിടുത്തെ ആരാധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവം നമ്മെ ചേർക്കുകയാണ്. ഒരു പുതിയ കുപ്പായം തന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഈ നിമിഷം ഞങ്ങളെ ആരാധിക്കുവാൻ ഞങ്ങളുടെ നാവിന്റെ കെട്ടുകളെ അഴിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, ആയിരിക്കുന്ന മേഖലകളിൽ ദൈവ സാന്നിധ്യം കടന്നു വന്ന് ഞങ്ങളെ ഒരു രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയെ ആരാധിക്കുവാനാണല്ലോ, അങ്ങയെ ജനത്തെ അവിടുന്ന് വിട്ടയച്ച് ആ ദൈവം ആഗ്രഹിക്കുന്ന കാനാൻ ദേശത്തേക്ക് ചേർത്തുകൊണ്ട് പോകുവാൻ ദൈവം മോശയെ അയച്ചത്. ഇന്ന് ഞങ്ങളെ ആരാധിക്കുവാൻ, പഠിപ്പിക്കുവാൻ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഞങ്ങളെയും തെരഞ്ഞെടുത്തിരിക്കുവാണല്ലോ. ഞങ്ങളുടെ ദേശത്തും അവിടുത്തെ വചനത്തെ കൊടുക്കുവാൻ, വചനം ആത്മാവായി, വചനം ശക്തിയായി, തീ കാറ്റായി നമ്മുടെ ഇടയിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് അവിടുത്തെ പാടി ആരാധിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. തേജസ്സേറും നിൻ മുഖമേ
കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങയെ ആനന്ദിക്കുവാൻ, അങ്ങയെ കണ്ടുകൊണ്ട് അവിടുത്തെ കുമ്പിട്ട്